ശ്രീമന്നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. ശ്ലോകം 2. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. മിഥ്യാഗ്രഹാസ്മി മതിരാഗവിഗോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂന സ്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യയേ. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശക്തി വർദ്ധിച്ച ബ്രഹ്മാവ് പിന്നീട് മണ്ണില് മുളച്ചുണ്ടാകുന്നവയെയും ഭൂരുഹമയാണി എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. മണ്ണില് മുളച്ചുണ്ടാകുന്നവയെയും പിന്നെ സ്ഥാവരങ്ങളും അതുപോലെ പക്ഷിമൃഗാദി തിര്യക് ജാതികളും മനുഷ്യന്മാരെയും മനുഷ്യവർഗങ്ങളും ദേവന്മാരും അടങ്ങുന്ന ജീവശരീരങ്ങളെ സൃഷ്ടിച്ചു. ഇനി തമസ്സിന് പ്രാധാന്യം കൂടിയ സൃഷ്ടികാര്യം ഇവിടെ ചെയ്യണം. ആ ബ്രഹ്മാവ് മിഥ്യാഗ്രഹ, അതായത് മിഥ്യാഗ്രഹ എന്നിവിടെ പറയണത് തെറ്റിദ്ധരിക്കൽ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനും യഥാർത്ഥമാണ് എന്നുള്ള ആ ഒരു ബോധം. അത് അജ്ഞാനമാണ്. അപ്പൊ ആ മിഥ്യാഗ്രഹ അസ്മി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. അസ്മി മതി എന്നിവിടെ പറഞ്ഞാൽ ഞാനെന്ന ഭാവം, അഹം ബുദ്ധി എന്നർത്ഥം. ഞാനെന്ന ആ ഭാവം. രാഗ വികോപ ഭീതി, രാഗം, കോപം, ഭയം, ഇത് പഞ്ചവിധാം എന്നിങ്ങനെ 5 വിധത്തിൽ അജ്ഞാനവൃത്തിം സൃഷ്ട്വ, അജ്ഞാന കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ട്. അജ്ഞാനം എന്നോട് പറഞ്ഞ ആത്മസ്വരൂപം, തൻ്റെ ആത്മാവിനെ തിരിച്ചറിയാതിരിക്കുക. അഹംഭാവം, ദേഹമാണ് ആത്മാവ് എന്നുള്ള ഒരു ധാരണ. പിന്നെ രാഗം, കോപം, ഭയം എന്നീ 5 അംഗങ്ങൾ അടങ്ങുന്നതാണ് തമോ ഗുണകാര്യമായിട്ടുള്ള അവിദ്യ, അതായത് അജ്ഞാനം, അറിവില്ലായ്മ. ഇതാണ് സംസാര ബന്ധത്തെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ, അതായത് വികോപം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴുള്ള കോപത്തിനെയാണ് ഈ വികോപം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും സൃഷ്ടിച്ചിട്ട് ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂന, ഉദ്ദാമ അത്യധികം, താമസ തമോ ഗുണമുള്ള പദാർത്ഥ ഇവയുടെ ഈ സൃഷ്ടി കൊണ്ട്, ഇവയെ സൃഷ്ടിച്ചുകൊണ്ട്, ഇവയെല്ലാം തമോ ഗുണം മുന്നിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ 5 കാര്യങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ വിധാനം എന്ന് പറഞ്ഞ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൂന ദുഃഖിച്ചവനായി, പശ്ചാത്തപിക്കുന്നവനായിട്ട്, വിശുദ്ധൈ അജ്ഞാനം നീങ്ങി ശുദ്ധി കൈവരുന്നതിനായി, മനഃശുദ്ധി കൈവരുന്നതിനായി, അറിവുണ്ടാകുന്നതിനായി ത്വദീയ ചരണസ്മരണം, നിന്തിരിവടിയുടെ
ചരണസ്മരണം തൃപ്പാദങ്ങളെ ചരണസ്മരണം തേനേ തേനേ എന്നുള്ള ചെയ്തു എന്നർത്ഥം. ഇവിടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു. ഇവയുടെയൊക്കെ സൃഷ്ടി കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മാവിന് പശ്ചാത്താപം ഉണ്ടാകുന്നത്. അതിൻ്റെ പരിഹാരമായിട്ടാണ് ഇവിടെ ഭഗവത് ധ്യാനം. ഭഗവത് ഭജനം ഒന്നുകൊണ്ട് മാത്രമേ ശാന്തിയും സമാധാനവും ഉണ്ടാകുകയുള്ളൂ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.